Hi, this is Akshada. Welcome to Magna Vision TV's Cuisine Explore. അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു എക്സ്പെരിമെൻറ്റ് ഡിഷ് ഇത് എക്സ്പെരിമെൻ്റ് അല്ല, പക്ഷേ ഇതിന് മുമ്പ് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത ഒരു ഡിഷാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വലിയ രീതിക്ക് ട്രൈ ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പൊതുവേ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അധികം കഴിക്കില്ല എന്ന് പറഞ്ഞൊരു മീറ്റ് എന്ന് പറയുന്നത് മട്ടൻ. ഞാനും സാധാരണ അങ്ങനെ കഴിക്കാറില്ല. ഞാൻ ആകെ മട്ടൻ കഴിച്ചേക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഹൗസ് വാമിങ് പരിപാടിക്ക് മട്ടൻ ബിരിയാണിയാണ്. ആ മട്ടൻ്റെ പീസ് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്കത് വലിയ രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു ചെറിയൊരു ഉളുമ്പ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അതിൻ്റെ ആ റൈസ് ഉണ്ടല്ലോ, നമ്മുടെ ബിരിയാണി റൈസ്, അതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഒരു വേറെ തന്നെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ആയിരുന്നു. അതിൻ്റെ ആ ഒരു റിച്ച് ഫ്ലേവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ മട്ടനൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു രീതിയുണ്ട്. അതായത് സവോളയോ അല്ലെങ്കിൽ ചെറിയുള്ളിയോ ഇതൊക്കെ കുറച്ച് കൂട്ടിയിട്ട് മട്ടൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മട്ടൻ്റെ ആ ഉളുമ്പ് ടേസ്റ്റോ അല്ലെങ്കിൽ ആ ഉളുമ്പ് മണമോ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു റെസിപ്പി കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ട്രൈ ചെയ്താലോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഇതുപോലെ പറഞ്ഞു, മട്ടനൊക്കെ ഉണ്ടാക്കുമല്ലേ, അപ്പം മട്ടൻ ഉണ്ടാക്കുമ്പം ഇങ്ങനത്തെ പീസ്, അതായത് ഇപ്പം നമ്മളിപ്പം ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വാരിയലിൻ്റെ പീസ് അല്ലെങ്കിൽ ചിക്കൻ മേടിക്കുമ്പം ബ്രസ്റ്റ് പീസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ മട്ടൻ്റെ ഇങ്ങനെയുള്ള പീസസ് മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾ എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പരീക്ഷിച്ച് നോക്കിയൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മട്ടൻ കറിയാണ്. അപ്പോൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കാരണം അറിയാലോ, നമുക്ക് നമ്മുടെ സമയവും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പ്രഷർ കുക്കറിനകത്താണ്. കാരണം വിസിലൊക്കെ അടിച്ച് നമുക്ക് വേഗം കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് നമ്മളിന്ന് മട്ടൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതൊരു നാടൻ, കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് എരിവുള്ള ഒരു മട്ടൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനത്തെ പീസാണ് മട്ടൻ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് എല്ലും അത്യാവശ്യം നല്ല നെയ്യും ഒക്കെയുള്ള മട്ടൻ പീസസ് എടുക്കണം. എന്നാലേ അതിൻ്റെ ആ ഒരു ഫ്ലേവറും സ്മെല്ലും ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഒരു 500 grams ആണ് മട്ടൻ എടുത്തേക്കുന്നത്. ഇത് ബോൺ പീസാണ്. ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഫാറ്റും വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് അനദർ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തതുണ്ട്. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ അത്യാവശ്യം കുറച്ച് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്പൈസിയാണ് നമ്മൾ മട്ടൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പുണ്ട്, ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു വലിയൊരു സൈസിലുള്ള ഒരു തക്കാളി ഉണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്, ഏലക്കയുണ്ട്. പിന്നെ നമുക്ക് മസാലയായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗരം മസാല വേണം, മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി ഞാൻ കാശ്മീരി മുളകും യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ നോർമൽ എരിവുള്ള മുളക് പൊടിയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് ഇതിന് മുമ്പ് ഞാൻ എൻ്റെ ആയുധം ഞാൻ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 2 ഏലക്ക എടുത്ത് ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണേ. ഏലക്ക ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ കുക്കർ നമ്മളൊന്ന് ഹീറ്റ് ചെയ്തിട്ട്, ഞാൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ ഒന്ന് ഹീറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ.
അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 നുള്ള് ഉലുവ ഇടുക. ഉലുവ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ കരിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്ക് ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഉലുവ കരിഞ്ഞു പോകാതെ നോക്കുക. പിന്നെ ഞാൻ നേരത്തെ ചതച്ച് വെച്ച് നമ്മുടെ ഏലക്കയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണേ. നമ്മുടെ ഉലുവയും ഏലക്കയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ സവോള, നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച് സവോള നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ അതിന് ആദ്യം ബ്ലെൻഡർ എടുക്കുവാണ്. എന്നിട്ട് നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, അത് ഞാൻ ഈ ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ചെറിയുള്ളി ചതക്കുന്നതിൽ അത്ര വലിയ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ടും അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചെറിയുള്ളിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുവാണേ. നമുക്ക് ചെറിയുള്ളി ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് നേരിയ രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കുകയോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലെൻഡറിലിട്ടൊന്ന് ചതച്ചെടുത്തത്. ഞാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് സവാള നമ്മൾ എപ്പോഴും വഴറ്റുന്ന സമയത്ത് ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വഴറ്റുക. അപ്പോൾ ആ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡിലുള്ള ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ടെക്സ്ചർ വേഗം കിട്ടും. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് വഴറ്റുവാണെങ്കിൽ ഫ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാണ്ട് നിൽക്കാൻ വേണ്ടി നല്ലൊരു മഷിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സവാള സോട്ട് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞത് സ്പൈസി ആണെന്ന്. അപ്പം ഞാൻ ഇതിപ്പോൾ ഒരു 5-6 ഗുണ്ടുമുളക്, ചെറിയ പച്ചമുളകാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. ചതച്ച പച്ചമുളക് ഇട്ടു. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുവാണേ. ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് നമുക്കിതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ വേറൊരു സാധനം ഇടാൻ വേണ്ടി പോവുകയാണേ. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഞാൻ ഇതിന് ഇപ്പോഴേ ഇത് ഇടുന്നതെന്ന്. അപ്പോൾ അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മല്ലിച്ചപ്പ് ഇടാൻ വേണ്ടി പോവുക. അപ്പോൾ നമ്മൾ മട്ടൻ കറിയാണല്ലോ ഉണ്ടാക്കുന്നത്.
അപ്പം ബാക്കിയുള്ള കറി പോലെയല്ല മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ. അതിന് കുറച്ച് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് നമ്മളിപ്പം മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ മല്ലിച്ചപ്പ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മട്ടൻ കറീൻ്റെ അത് നമ്മൾ അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ മല്ലിയുടെ ആ ഒരു ടേസ്റ്റ് ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അപ്പോൾ അത് കറിയുടെ ടേസ്റ്റ് ചിലപ്പം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് മട്ടൻ കറി ഉണ്ടാക്കുമ്പം നമ്മൾ ഈ ഉള്ളി സവാളയും കാര്യങ്ങളൊക്കെ നമ്മൾ വഴറ്റുന്ന സമയത്ത് തന്നെ മല്ലിച്ചപ്പ് ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ അത് അതിൻ്റെ കൂടെ അങ്ങ് വഴന്ന് കിട്ടും. അപ്പോൾ ആ ടേസ്റ്റ് വേറെ മുമ്പോട്ടേക്ക് നിൽക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇഞ്ചിയും പച്ചമുളകും കാര്യങ്ങളൊക്കെ വഴറ്റുന്ന സമയത്ത് തന്നെ മല്ലിച്ചപ്പും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അത് ആ സമയത്ത് തന്നെ അതങ്ങ് വെന്ത് വന്നോളും. വേറെ ഫ്ലേവറിൻ്റെ അകത്ത് മാറ്റവും കാര്യങ്ങളൊന്നും വരില്ല. ഇനി ഈ സമയത്ത് നിങ്ങൾ മല്ലിയില ഇടാൻ പറ്റിയില്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മല്ലിച്ചപ്പ് ഇടാൻ വേണ്ടി വിട്ടുപോയി എന്നാണെങ്കിൽ പിന്നെ നിങ്ങളിത് ഇടാൻ വേണ്ടി പാടില്ല കേട്ടോ. പ്രത്യേകിച്ച് മസാല ഇട്ട് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മട്ടൻ ഇട്ട് കഴിഞ്ഞിട്ടോ മല്ലിയില ഇടാൻ വേണ്ടി പോവുകയാണെന്നാണെങ്കിൽ ഇടരുത്. ഇടുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റിൽ നിങ്ങൾ മല്ലിയില ഇടണം. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അതിന് കൂടുതൽ നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുവാണേ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞു വരണം. നമ്മൾ ആ തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്നത് വരെ നല്ല രീതിക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നല്ല വഴന്ന് നല്ല ഒരു കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു നമ്മൾ ലോ ഫ്ലെയിം, ഞാൻ സ്റ്റാർട്ടിങ്ങിലേ ഞാൻ പറഞ്ഞായിരുന്നു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് എന്ന്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സവാളയും കാര്യങ്ങളൊക്കെ വഴറ്റുന്ന സമയത്ത് നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ആക്കുന്നത് പോലെ ഫ്രൈ ആയി പോകരുത്, മൊരിഞ്ഞു പോകരുത്. ഇങ്ങനെ ഒരു കുഴഞ്ഞൊരു പരുവത്തിൽ നമുക്ക് കിട്ടണം. എന്നാലേ ആ ഒരു നമ്മുടെ കറിക്ക് ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അതിൻ്റെ ആ ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറിൽ നമ്മുടെ സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് കുഴഞ്ഞു വരണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മസാലകൾ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പം മസാലകളായിട്ട് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിവിടെ 2 ടൈപ്പ് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാശ്മീരി മുളക് പൊടിയും യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ നോർമൽ എരിവുള്ള മുളക് പൊടിയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ യൂസ് ചെയ്യുവാണേ. ഇനി നമ്മുടെ എരിവുള്ള മുളക് പൊടി 3 ടീസ്പൂൺ. നമുക്ക് എരിവ് അനുസരിച്ച് നമുക്ക് മുളക് പൊടീൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. ഞാൻ ഇത് അത്യാവശ്യം കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മുളക് പൊടി ഇടുന്നത്. ഇത്രയും മുളക് പൊടീൻ്റെ ആവശ്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. 3 ടീസ്പൂൺ. അപ്പോൾ നല്ല കളറും കിട്ടും, നല്ല എരിവുമായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ നമ്മൾ പൊടി സോട്ട് ചെയ്യുന്ന സമയത്തും മൂപ്പിക്കുന്ന സമയത്തും പൊടിയും കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. അതുകൊണ്ട് എപ്പോഴും പൊടിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ വഴറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ പൊടികൾ മസാലകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് വഴറ്റുന്ന സമയത്താണെങ്കിലും എപ്പോഴും ഒരു ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആ ഒരു ലെവലിൽ എപ്പോഴും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റ് നമ്മുടെ ആ കറീനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റൂയിൻ ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ഈ പൊടിയും നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ വഴറ്റുന്ന സമയത്ത് ഒരു ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിം അത്രയും ആ ഒരു ഇതിൽ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുക. അപ്പം നമ്മൾ പൊടിയൊക്കെ നന്നായി മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അധികം ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി നമ്മുടെ കഥാനായകനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി പോവുക. നമ്മൾ മാറ്റി കഴുകി വെച്ചേക്കുന്ന നമ്മുടെ മട്ടൻ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. അപ്പം ഞാനിത് കുറച്ച് നേരം വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ട് മട്ടൻ മാത്രം ഇട്ടിട്ട് നമ്മുടെ ആ മസാലയൊക്കെ ഉണ്ടല്ലോ ആ മസാലയൊക്കെ മട്ടനിൽ നല്ല രീതിയിൽ പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മട്ടൻ വെള്ളം ഒന്നും ഒഴിക്കാതെ, അതായത് ആ മട്ടൻ്റെ അകത്തുള്ള വെള്ളം മുഴുവൻ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരണം. ആ വെള്ളത്തിൽ കിടന്നിട്ട് മട്ടൻ നല്ല രീതിയിൽ കുക്കായി വരണം. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നമുക്കിനി കൊണ്ടുവരണം. നമ്മൾ വെയിറ്റും കാര്യങ്ങളൊന്നും വെച്ച് നമ്മൾ കുക്കറും മൂടി വെക്കും. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഒരു 20 മിനിറ്റ് വരെ ഒന്ന് മട്ടൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ മട്ടൻ്റെ അകത്തുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങി വന്ന് ആ വെള്ളത്തിൽ കിടന്നിട്ട് മട്ടൻ കുക്കായി വരണം. എന്നിട്ട് ആ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ അഡീഷണൽ വെള്ളം ഒഴിച്ചിട്ട് വിസിൽ വരുന്നത് വരെ മട്ടൻ കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആ മസാലേൻ്റെ അകത്ത് മട്ടൻ നന്നായി കോട്ടായിട്ടുണ്ട്. ആ മീറ്റും കാര്യങ്ങളൊക്കെ നല്ലോണം കോട്ടായി. കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് വെയിറ്റ് വെക്കാതെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ മട്ടൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഞാനിപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ആ വെള്ളത്തിൽ കിടന്നൊന്ന് കുക്കാവട്ടെ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒക്കേഷനിൽ നമ്മൾ മൂടി മാറ്റി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. അപ്പം നമുക്ക് ആ അടി പിടിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറുകി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തുറന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2-3 പ്രാവശ്യം മൂടി തുറന്ന് നമ്മുടെ മട്ടൻ ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞു. ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് എന്തായി വെള്ളമൊക്കെ ഇറങ്ങിയെന്നൊക്കെ നോക്കാം കേട്ടോ. മട്ടൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങി നല്ല മണവും വന്നു തുടങ്ങി. നമുക്കിത് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ച് നമുക്ക് എടുത്തിട്ട് ബാക്കി പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോഴും ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ആ മട്ടൻ്റെ വെള്ളം മുഴുവൻ വറ്റി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് വേറെ അഡീഷണൽ വെള്ളം നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മട്ടൻ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് പരിവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു 350 ml വെള്ളം, അതായത് നേരത്തെ തിളപ്പിച്ച് ആറ്റി വെച്ച വെള്ളമാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒഴിക്കുക. ഒരു ലൂക്ക് വാം അല്ലെങ്കിൽ ഒരു വാം വാട്ടർ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചൂടുവെള്ളം നമ്മളിവിടെ യൂസ് ചെയ്യുകയാണെന്നാണെങ്കിൽ അത് മട്ടൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ടൈമിൻ്റെ അകത്ത് അത് എഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ വിസിൽ വെക്കാൻ വേണ്ടി നമ്മൾ കുക്കർ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വിസിൽ പെട്ടെന്ന് വരും. അപ്പം നമ്മുടെ മീറ്റ് അത് കുക്കായി കിട്ടണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ്റെ മീറ്റ് എന്ന് പറയുന്നത് നല്ല വേവുള്ളൊരു മീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ലൂക്ക് വാം വാട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 350 ml ഒരു 400 ml എന്നുള്ള റേഞ്ചിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം.
ഞാൻ അതിൻ്റെ അകത്തേക്ക് വെള്ളം ആഡ് ചെയ്തു. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഉപ്പും എരിവും ഒക്കെ നോക്കി മാനേജ് ചെയ്തിട്ട് വേണം നമുക്ക് കുക്കർ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ കിടന്നിട്ട് നമ്മുടെ മട്ടൻ ഒന്ന് വേവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മട്ടന് കുറച്ച് നല്ല വേവുള്ളത് കൊണ്ട് നമ്മൾ ഒരു 5 or 6 വിസിൽ അല്ലെങ്കിൽ 4 or 5 വിസിൽ, ഞാൻ എന്തായാലും ഒരു 5 വിസിൽ അടുപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 5 വിസിൽ അടിക്കട്ടെ. വിസിൽ അടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫസ്റ്റ് വിസിൽ അടുപ്പിക്കാൻ. ഫസ്റ്റ് വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക, എന്നിട്ട് ബാക്കി വിസിലും കൂടി അടുപ്പിക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഒരു 5 വിസിൽ ഞാൻ ഇതിൻ്റെ അകത്ത് പഠിപ്പിച്ചായിരുന്നു. നമ്മുടെ മട്ടൻ റെഡിയായി എന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ആ മട്ടൻ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് മേളിലിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ല സ്പൈസി കറിയാണെന്ന്. അപ്പം കളറൊക്കെ നല്ല നല്ല റെഡ് കളറായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് ലാസ്റ്റ് 2 സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അത് ഒന്നാമത്തത് നമ്മുടെ കറിവേപ്പില, കുറച്ചും കൂടെ കറിവേപ്പില നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടെ പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഞാൻ പെരിഞ്ജീരകം ഇടട്ടെ. അപ്പോൾ ഈ പെരിഞ്ജീരകം ഞാൻ ഇടുന്നത് എന്തിനാണെന്നറിയോ? നമുക്കറിയാലോ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ പെരിഞ്ജീരകവും കൂടെ ആ അവസാനം ഒരു നമ്മൾ മേപ്പൊടിക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പെരിഞ്ജീരകവും കൂടെ നമ്മൾ അതിൻ്റെ മേളിലേക്ക് തൂവി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറും. അതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ടേസ്റ്റും എല്ലാം ഒന്ന് കംപ്ലീറ്റായി മാറി ഒരു കുറച്ചും കൂടെ ഒരു നല്ലൊരു ഫ്ലേവർ ആ ഒരു നമ്മുടെ ആ പെരിഞ്ജീരകത്തിൻ്റെയും നമ്മുടെ മട്ടനിലുള്ള ആ നെയ്യും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ എല്ലാം കൂടെ മിക്സായിട്ട് ഒരു അടിപൊളി സാധനമാവും. അപ്പം ഞാൻ പെരിഞ്ജീരകം ഒന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ആ പെരിഞ്ജീരകത്തിൻ്റെ ആ പൊടിയും കൂടി ഇട്ടപ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ നമ്മുടെ മട്ടനും നല്ല രീതിയിൽ കുക്കായി. കാരണം മീറ്റും എല്ലും സെപ്പറേറ്റ് ആയി വരാൻ വേണ്ടി തുടങ്ങി. ആ പെരിഞ്ജീരകവും കൂടി ഇട്ടു. കറി നന്നായി കുറുകി വന്നു. അപ്പം നമ്മുടെ നാടൻ മട്ടൻ കറി, സ്പൈസി മട്ടൻ കറി ഇവിടെ റെഡിയായി.